അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. ഈ കേക്ക് ഞാൻ മൈക്രോവേവ് ഓവനിലോ OTGയിലോ അതല്ലെങ്കിൽ കുക്കറിലോ ഒന്നും അല്ല തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് പാൻ വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഈ കേക്ക് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ റംസാന് മുന്നോടിയായിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. റംസാന് വെറൈറ്റി ഡിഷ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡിഷ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ സോഫ്റ്റുമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് ഞാൻ ഇതുപോലെ ഒരു പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്ത് പുറത്ത് വെച്ചാൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഈ പഞ്ചസാരയോടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഇല്ലാത്തവര് ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ഹൈ സ്പീഡിലാക്കേണ്ടത്. ഇത്രയും മതിയാകും. കണ്ടോ, നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. മൈദാമാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു സ്പാച്ചിലുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട ഇതിലേക്ക് കെട്ടരുത്. കട്ട കെട്ടാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതായത് റൂം ടെമ്പറേച്ചർ ബട്ടറാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പാച്ചിലുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്യാൻ മാത്രമേ നമുക്കിതിൽ ബീറ്ററിന്റെ ആവശ്യമുള്ളൂ. 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് കൂടി പോകരുത്, 1/4 കപ്പ് മാത്രം മതിയാകും. എല്ലാം നന്നായിട്ട് മിക്സ് ആവത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. പിന്നെ ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കേക്കിന് ബട്ടറാണ് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതേ ബാറ്റർ തന്നെ നമുക്ക് ഓവനിലും ഉണ്ടാക്കിയെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30-35 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് റെഡിയാവും. പിന്നെ ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ സ്ഥിരമായിട്ട് ഓവനിൽ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഓവനിൽ എത്ര വേണം എന്നുള്ളത്. ഇതൊരു കോമൺ ഇതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പൊ നമുക്കിനി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കേണ്ട പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ചു കൊടുക്കാം. കുക്കിംഗ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പാനിലാവുമ്പോൾ ഇതാണ് ഒരു സൗകര്യം. നമ്മൾ ഇതുപോലെ ബട്ടറിന്റെ പീസ് എടുത്തിട്ട് ചൂടാകുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇടേണ്ടത്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പം ഇത് ചൂടായ ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, വളരെ ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഈ പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഹോളുള്ള ലിഡ് ആണെങ്കിൽ ഈ ഹോള് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഹോൾ ഇങ്ങനെ ഓപ്പൺ ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിനുള്ളിലേക്ക് ഈ ബേക്ക് ചെയ്യേണ്ട ആ ഒരു ചൂട് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഹോള് ക്ലോസ് ചെയ്തിട്ട് വേണം. ഇതുപോലത്തെ ലിഡാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഈ ഹോള് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അടച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിനി ഇത് ബേക്കായ ശേഷം പറയാം എനിക്ക് എത്ര ടൈമായി ഇത് ബേക്കായി കിട്ടാൻ എന്നുള്ളത്.
നമ്മളിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂടരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കേണ്ടത്. ഞാൻ ഈ കേക്കിന്റെ മുകളിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 ഗ്രാമിന്റെ വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 50 ഗ്രാമിന്റെ വിപ്പിംഗ് പൗഡറിന് 100 ml മിൽക്കാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ മിൽക്ക് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. മിൽക്ക് എടുക്കുമ്പോൾ എപ്പോഴും നല്ല തണുത്ത മിൽക്ക് വേണം എടുക്കേണ്ടത്. ഇത് നമ്മളൊരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു പരുവം. ഇനി ഞാൻ ഇതിലേക്ക് 1 ഡ്രോപ്പ് പെർമിറ്റഡ് ഫുഡ് കളർ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. മതിയാവും കണ്ടോ, 1 ഡ്രോപ്പ് മതിയാവും. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് കളർ ഷെയ്ഡ് കിട്ടും. വൈറ്റും റെഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിങ്ക് ഷെയ്ഡ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡ്രോപ്പ് മതി. കൂടുതലായി കഴിഞ്ഞാൽ കളർ കൂടിപ്പോകും. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതായത് കേക്ക് തയ്യാറാകുന്ന സമയം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റായി കിട്ടും. കുറച്ചുകൂടി ഒരു തിക്നെസ് വരും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോഴേക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കരുത്, ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാവൂ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ശേഷം നമുക്കിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ, കേക്ക് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതിപ്പോ ഗ്ലാസ് ലിഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇതിന്റെ അകത്ത് കണ്ടോ ഹോൾസ് ഒക്കെ വന്നിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരിക്കും. ഇത് പൂർണ്ണമായിട്ട് റെഡി ആയിട്ടില്ല. ഇത് നമ്മൾ ഒരിക്കലും ഇത് ബേക്കായി വരുന്ന സമയത്ത് ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്യുക ഒന്നും ചെയ്യരുത്. കാരണം ഇതിനുള്ളിലെ ഹീറ്റിംഗ് കറക്റ്റ് രീതിയിൽ നിന്നാൽ മാത്രമേ കേക്ക് നല്ല രീതിയിൽ ബേക്കായി വരത്തുള്ളൂ. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ ഞാൻ 3-4 കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ സലു കിച്ചൻ പ്രഷർ കുക്കർ കേക്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പം ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഇന്ന് ഞാനിതിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ചുകൂടി ഒന്ന് ഇത് ബേക്ക് ആവാനുണ്ട്. കണ്ടോ, ഇതിന്റെ സെന്ററിലൊക്കെ കുറച്ചുകൂടി ഇതൊന്ന് വേകാനുണ്ട്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നല്ല ഒരു ടെക്സ്ചറിലേക്ക് വരത്തുള്ളൂ. ഇതിപ്പോ ഏകദേശം ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റും കൂടി ആവുമ്പോൾ ഇത് റെഡിയാവും. ഇതിപ്പം 1 മണിക്കൂറും 5 മിനിറ്റും എടുത്ത് ഇതൊന്ന് ബേക്ക് ആവാൻ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വെന്തോന്ന്. ഇതുപോലെ ഒരു സ്ക്യൂർ ഉണ്ട്, ഇതിന്റെ സെന്ററിലൊന്ന് കുത്തി നോക്കാം. കണ്ടോ, സ്ക്യൂർ ഇവിടെ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കേക്ക് പാകത്തിന് ബേക്കായി എന്നാണ് അതിനർത്ഥം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. ഇത് പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ടു വരുന്നുണ്ട്. ജസ്റ്റ് ഇനി ഈ പാൻ ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റണ്ട. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബേക്ക് ചെയ്ത് ഇതുപോലെ എടുത്തു കഴിഞ്ഞതുകൊണ്ട് ഇനി നമ്മളിത് അടച്ചു വെക്കരുത്. അടച്ചു വെക്കാതെ ഇതുപോലെ ഓപ്പൺ ആക്കി നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് പുറത്തെടുക്കാൻ ഇത് പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതാ കണ്ടോ, കേക്ക് താനെ ഇളകി വരും. കണ്ടോ, ഒട്ടും അടുക്കി പിടിക്കുകയോ കരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കണ്ടോ, ഇത് പാനിൽ ഉണ്ടാക്കിയെടുത്ത കേക്കാണെന്ന് പറയത്തു പോലുമില്ല. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കേക്കാണ്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വിപ്പിംഗ് ക്രീം ഇല്ലേ, അതൊന്ന് തേച്ചു കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇതിന് മുകളിൽ മാത്രമേ വിപ്പിംഗ് ക്രീം തേക്കുന്നുള്ളൂ. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
കണ്ടോ, ഇങ്ങനെയാണ് ഈ കേക്കിന്റെ ഉൾഭാഗം ഇരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കേക്കാണ്. ഇതിപ്പോ പാനിൽ ഉണ്ടാക്കിയെടുത്ത കേക്കാണെന്ന് പറയത്തേ ഇല്ല കണ്ടോ. ഞാൻ ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന തരം കേക്കാണിത്.